മുംബൈയിലെ കടലിൻ്റെ നടുവിലുള്ള ഹാജി അലി ദർഗിൻ്റെ മുന്നിലാട്ടോ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലെ ചരിത്ര പ്രസിദ്ധമായ ഹാജി അലി ദർഗ. ഞാനിപ്പോൾ ഉള്ളത് അതിൻ്റെ മുന്നിലാണ്. കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏക ദർഗയാണ് ഹാജി അലി. 15-ാം നൂറ്റാണ്ടിൽ ലോകം ചുറ്റിക്കറങ്ങിയ ശേഷം മുംബൈയിൽ താമസമാക്കിയ പീർ ഹാജി അലി ഷാ ബുഖാരിയുടെ ദർഗയുടെ നിർമ്മാണം 1431 പൂർത്തിയായത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദർഗയിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ 1,00,000-ത്തോളം ആളുകൾ എത്താറുണ്ടോ. സൗത്ത് മുംബൈയിലെ വോർലി തീരത്താണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഹാജി അലി ബുഖാരി ഒരു സൂഫി പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഒരു സമ്പന്ന വ്യാപാരിയുമായിരുന്നു. ഈ മുംബൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദർഗ മുംബൈയിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന ലാൻഡ്മാർക്കുകളിൽ ഒന്നുകൂടി കേട്ടോ. ഹാജി അലി ദർഗയുടെ വശത്തായിട്ട് നമുക്ക് മുംബൈ നഗരത്തിൻ്റെ ഒരു മനോഹരമായ രാത്രി കാഴ്ചകളൂടി കാണാട്ടോ. ഈ കാണുന്നതൊക്കെ മുംബൈ നഗരത്തിൻ്റെ ഭാഗങ്ങളാണ്. മുംബൈയിലെ ഹാജി അലി ദർഗ സന്ദർശിക്കാൻ ജനങ്ങളുടെ ഒത്തുകൊഴിപ്പാണ് മുംബൈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നതാണ് മുംബൈയിലെ ഹാജി അലി ദർഗ. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നത്. ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വന്നിട്ട് സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുംബൈയിലെ ഹാജി അലി ദർഗ. ഹാജി അലി ദർഗയുടെ മുന്നിലായിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പാടിയുള്ള ഒരു വലിയ സംഗീത സദസ്സന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പാടി പറഞ്ഞുകൊണ്ടുള്ള ഓരോ സംഗീത പ്രോഗ്രാമുകളാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. ജാതിയും മതമൊന്നും ഇല്ലാതെ തന്നെ മറ്റു മതത്തിൽപ്പെട്ട എല്ലാ ആളുകളും ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. മുംബൈയിലെ ഏറ്റവും മികച്ച സന്ദർശന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഹാജി അലി ദർഗ. മക്ക തീർത്ഥാടനത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ലോകം ചുറ്റിക്കറങ്ങി അവസാനം മുംബൈയിൽ സ്ഥിരതാമസമാക്കി. സ്ത്രീകൾക്ക് ഈ ദർഗയിൽ പ്രവേശിക്കാൻ അനുമതിയില്ലായിരുന്നു. സ്ത്രീകളൊന്നും ദർഗയിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം 2016 മുതൽ സ്ത്രീകൾക്കും ഈ ദർഗയിൽ സന്ദർശനം നടത്താട്ടോ. അതിനുവേണ്ടി പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്.